ബേപ്പൂരിൽ നിങ്ങളുടെ ഒരു കണക്ക് വിലയിരുത്തൽ എങ്ങനെയാണ്? ഇവിടെ 75 85 90 ഇവിടെ മരുമാനിസം അവസാനിക്കും, പിണറായിസം അവസാനിക്കും. ഞങ്ങൾ ജയിക്കും, ജനം ജയിക്കും. ഇത്രയേ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. 25,000 വോട്ടിൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ജയിക്കും. 4-ാം തീയതി വോട്ട് രാവിലെ എണ്ണിത്തുടങ്ങും. 12 ആകുമ്പോഴേക്ക് കൃത്യമായ റിസൾട്ട് വരും. 3 മണിക്ക് ഞങ്ങൾ വിജയാഘോഷ പ്രകടനം രാമനാട്ടുകാരെ 11 മണിക്ക് ആരംഭിക്കും. ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലാണ്. ആ ജനങ്ങളുടെ പക്ഷത്താണ് ഈ പറയുന്ന സഖാക്കൾ. ആ ജനങ്ങളെ നയിക്കുന്നത് വി ഡി സതീശനാണ്, UDFന്റെ ചെയർമാൻ. അത്രയേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ബേപ്പൂരിൽ എപ്പോഴും UDFന് വലിയ അപ്രമാദിത്വം ഉണ്ടാവാറ്. ആ സമയത്ത് പോലും ഈ പറഞ്ഞ 25 എന്നൊരു ഭൂരിപക്ഷം ഉണ്ടാവാറില്ല. 19,000-ൽ 19,600 എത്തിയില്ലേ? അതിലൊരു 5-6 വോട്ട് കൂടി കൂടും എന്നതിൽ സമ്മതിച്ചാലും പറ്റും. ഇനിയിപ്പോൾ 1-2 മണി നിങ്ങൾ കുറച്ചോ, എന്നാലും കുഴപ്പമില്ല. ആത്മവിശ്വാസം തന്നെയാണ് LDF പങ്കുവെക്കുന്നത്. ആത്മവിശ്വാസം കൊണ്ടാണല്ലോ 19 മാസം പിണറായിനോട് നേരിട്ട് പോരാടി ഞാനിപ്പോഴും എൻ്റെ കാലിലാണ് നിൽക്കുന്നത്. ഞാൻ ഉമിനീര് കുടിച്ചാൽ ജീവിക്കുന്നത്, എന്നിട്ട് ഞാൻ വിട്ടിട്ടില്ല. ആ കോൺഫിഡൻസ് തന്നെയാണ് ഇതിലുള്ളത്. പ്രചാരണ രംഗത്തുടനീളം വ്യക്തി അധിക്ഷേപം നടത്തി എന്നൊരു പരാതിയാണ് മുഹമ്മദ് റിയാസ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയതടക്കമുള്ളത്. ആ വർത്തമാനം ഞാൻ അദ്ദേഹം പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. നാട്ടുകാരെ തള്ളിയിട്ടുണ്ട്. കുറേ ദിവസമായി വ്യക്തി എന്ത് വ്യക്തിഹത്യ? ബേപ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, അമിതാത്മവിശ്വാസമാണോ അതോ ചില കണക്കുകളുടെ പിൻബലത്തിലാണോ PV അൻവർ പറയുന്നത്? കാരണം നേരത്തേക്ക് വിജയ ആഹ്ലാദ ദിവസമൊക്കെ പ്രഖ്യാപിച്ച് സമയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒപ്പം UDFന്റെ അക്കൗണ്ടിലേക്ക് എന്നതിനപ്പുറത്തേക്ക് സ്വന്തം അക്കൗണ്ടിലേക്ക് കോൺഗ്രസിന് ഇക്കുറി എന്തെങ്കിലും സീറ്റുകൾ നേടാനാകുമെന്ന പ്രതീക്ഷ അവർ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? LDFന്റെ മറ്റ് മുന്നണികളിലേക്ക് തന്നെ സാധ്യതകൾ എങ്ങനെയാണ്? പ്രജീഷ്, PV അൻവർ ഈ പ്രതികരണം നടത്തുന്നത് കൃത്യമായി ആ ഒരു മണ്ഡലത്തിൻ്റെ കണക്കുകളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണോ എന്ന് ഏതായാലും എനിക്ക് സംശയമുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് അവിടെ കൂടുതലായി അടിത്തട്ടിലിറങ്ങി പ്രവർത്തിച്ച UDF നേതാക്കളോടൊക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു കണക്ക് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതാണ്. ഏതായാലും മന്ത്രി മുഹമ്മദ് റിയാസ് LDF സ്ഥാനാർത്ഥി പറയുന്നത് ബേപ്പൂരിൻ്റെ ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ 82,000 വോട്ട് താൻ നേടുമെന്നാണ്. അതിൽ അവിടെ ഒരു തീപാറുന്ന പോരാട്ടമാണ്. കൃത്യമായൊരു കണക്ക് എങ്ങനെയാണ് വരിക എന്ന് നമുക്കും ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. 2 സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസം പറയുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയെ പൊതുവെ നോക്കുന്ന സമയത്ത് 2021 അപേക്ഷിച്ച് 3% പോളിംഗിലധികം ഉണ്ടായിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ വടകര, കുറ്റ്യാടി, നാദാപുരം മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗിൽ നേരിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രവാസി വോട്ടർമാർ എത്താത്തതാണ് കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. 3 മുന്നണികളും ശക്തമായ കണക്ക് കൂട്ടൽ അങ്ങനെ ഒരു അവലോകനമാണ് നിലവിൽ നടത്തി വരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് 100 സീറ്റുകളിലേക്ക് എത്തുമെന്നാണ്. അതിൽ അദ്ദേഹം വളരെയധികം പ്രതീക്ഷ പങ്കുവെക്കുന്നൊരു ജില്ല കൂടിയാണ് കോഴിക്കോട് എന്നത്. കോൺഗ്രസിനറിയാം പതിറ്റാണ്ടുകളായി MLA മാരില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ UDFന് 2 സീറ്റ് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ അതിലൊക്കെ ഒരു മാറ്റം വരുമെന്നാണ് UDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസം പങ്കുവെക്കുന്നത്. ചുവന്ന കോട്ടകളിൽ കോട്ടം തട്ടില്ല എന്ന് LDFും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ പോളിംഗിലുണ്ടായ വർധനവ് അതിന് കാരണമായി ജില്ലയിൽ നിന്നുള്ള മുന്നണി നേതാക്കൾ പറയുന്നത് SIR ആണ്. ഒപ്പം തന്നെ വനിതാ വോട്ടർമാർ കൂടുതലായി വോട്ട് രേഖപ്പെടുത്തുന്നതിന് എത്തി എന്നതടക്കമാണ്. കോഴിക്കോട് നഗരത്തിലെ മണ്ഡലങ്ങളിലാണ് BJP വലിയ പ്രതീക്ഷയും അട്ടിമറി ഉണ്ടാകുമെന്നും പോളിംഗിന് ശേഷവും ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. കോഴിക്കോട് നോർത്ത്, സൗത്ത് മണ്ഡലങ്ങളാണ്. ഇതുതന്നെയായാലും തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ അതേ രീതിയിൽ ആത്മവിശ്വാസമൊക്കെ പുറത്ത് മുന്നണികൾ പങ്കുവെക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇനി ജനങ്ങൾ കരുതി വെച്ചിട്ടുള്ളത് എന്ന് മെയ് 4-നാണ് അറിയാൻ കഴിയുക.